ബ്രഹ്മാണ്ഡങ്ങളിലെ സർവ്വബ്രഹ്മാദികളും അങ്ങനെ സമതരൂ കൈക്കൊണ്ട് ജഗദമ്മയെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ദേവിയുടെ സംഗീതത്തിലേക്ക് പോവുകയാണ്. ഓം എല്ലാവരുടെ പ്രത്യക്ഷത്തിൽ സത്യപ്പെടുത്താണ്ട് അതാ 12-ാം അധ്യായം വ്യാസൻ പറയുന്നു. ശ്രേഷ്ഠം ദേവി ഭഗവതിൻ നടുവെത്തുന്ന നിൽപ്പതാം 1000 മണ്ഡപങ്ങൾ കാണാം നാഗരണമംഗതി ശൃംഗാരമണ്ഡപം പിന്നെ മുഖ്യമണ്ഡപവും തഥാ 3-ാമതാം മണ്ഡപത്തിൽ പേഹത്രേ ജ്ഞാനമണ്ഡപം നാനാധൂപസുഗന്ധങ്ങൾ വിധാനങ്ങൾ മൊത്തതായി കോടി സൂര്യപ്രഭയോടും ശോഭിക്കുന്നതിനൊപ്പമായി ഇവയെ ചൂട് നിൽക്കുന്ന കാശ്മീര അരിയന്റെയും കുന്നവല്ലിയും പുഷ്പവാടികളിലും ഗന്ധമാലികൾ കസ്തൂരിതൻ
വീശുന്നു പൂങ്കാതുലകൻ സൗരഭം നീക്കിലാകവേ ശൃംഗാരമണ്ഡപം തന്നിൽ പാടുന്നുണ്ട് അപ്സരസുകൾ ദേവിമാർ വാനവരും ജഗദമ്പയ്ക്ക് ചുറ്റുമായി മുക്തി മണ്ഡപ ധ്യാനത്തിൽ മുക്തിയെ പൊന്നിതാ ശിവ ജ്ഞാനോപദേശം ചെയ്യുന്നു മൂന്നാമത്തെ തിലംബിക നാലാമത്തെ ദേവി ജഗദ്രാക്ഷാതി ചിന്തകം നിത്യം തൻ മന്ത്രികളൊത്ത് ചെയ്യുന്ന ഉപതയും ചിന്താമണി ഗൃഹത്തിങ്കൽ ശക്തി തത്വങ്ങളായി 10 സ്വാഭാവിക മഞ്ചമൊന്ന് ഉച്ചരിക്കാം പരമാവും വിഷ്ണു ഈശ്വരനിങ്ങനെ നിൽക്കൂ കാലപ്രധാനം പരഗന്ധം സദാശിവൻ ഇതിന്മീതികളിൽ നിന്നും മഹാദേവൻ ജഗത്പതി സരിതാർത്ഥം ദൈവം തന്നെ 2000 മഹേശ്വരൻ